രാജ്യസഭാ സീറ്റിന് കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിക്കുന്നതിനിടെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ CPI. ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടാനാണ് CPI നീക്കം. സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും CPI നേതൃത്വം വ്യക്തമാക്കുന്നു. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് മുന്നണി നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം നേരത്തെ ഉണ്ടായിരുന്നു. 24-ന് അദ്ദേഹം നൽകിയ പ്രതികരണത്തിന് തുടർന്നാണ് ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് രാജ്യസഭാ അംഗത്വം കിട്ടിയ LDFന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPIയുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട, നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇക്കാര്യത്തിൽ എപ്പോഴാണ് ഇടതുമുന്നണി ഔദ്യോഗികമായി ചർച്ചകൾ നടക്കുക? അതിനു മുമ്പ് ഈ ഉഭയകക്ഷി ചർച്ചകളുടെ സാധ്യത കാണുന്നുണ്ടോ? വിജയകുമാർ, ഇക്കാര്യത്തിൽ LDFനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം അതൊരു യാഥാർത്ഥ്യമാണ്. ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ അധ്യക്ഷൻ ജോസ് കെ മാണി, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമുമാണ് ജൂലൈ മാസം 1-ാം തീയതി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. നിലവിലെ നമ്മുടെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ ഇതിനോടകം തന്നെ CPM തീരുമാനിച്ചിട്ടുണ്ട്. എം സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ അക്കാര്യത്തിനായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഈ ബിനോയ് വിശ്വം ഒഴിയുന്ന സീറ്റ് അത് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലപാടുമായി CPI ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പരസ്യമായി തങ്ങൾക്കും സീറ്റ് വേണം, മുന്നണിയിലേക്ക് വരുമ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു എന്നുള്ളൊരു അവകാശവാദവുമായി എത്തിയത്. പിന്നാലെ ഇപ്പോൾ CPI തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്ത മുന്നണി യോഗത്തിൽ CPI സീറ്റ് അവകാശപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രതിസന്ധി ഏത് വിധത്തിൽ പരിഹരിക്കും എന്നുള്ളതാണ് LDF നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളിയും. വിജയകുമാർ, ഉഭയകക്ഷി ചർച്ചകളിലേക്ക് വൈകാതെ മുന്നണി നേതൃത്വം കടക്കും എന്നാണ് സൂചന. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്.